പരിഭ്രമങ്ങളിൽ നിന്നും എല്ലാ ബേജാറുകളിൽ നിന്നും എല്ലാ ഭയപ്പെടാനുള്ള വിഷയങ്ങളിൽ നിന്നും ശഫാഅത്ത് ചെയ്യുന്ന നേതാവ് പടച്ച റബ്ബിന്റെ ഹബീബുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടിമയെ തല്ലിയപ്പോൾ ആ അടിമ അഊദു ബില്ലാഹ് എന്ന് അതേ ഒന്നിലധികം തവണ പറഞ്ഞു നോക്കി. പടച്ചവനെ കൊണ്ട് അല്ലാഹുവിനെ കൊണ്ട് കാക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ അടി നിർത്തി കിട്ടിയില്ല. അപ്പോൾ അഊദു ബിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഞാൻ കാക്കുന്നു എന്ന് ആ അടിമ പറഞ്ഞപ്പോൾ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടി നിർത്തിപ്പോയി. നബി തങ്ങൾ ആ സമയത്ത് കൊണ്ട് കയറി വരികയാണ്. അബൂ മസ്ഊദേ, മനസ്സിലാക്കണേ, അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് ഈ അടിമയുടെ മേൽ കഴിവുള്ളതിനേക്കാൾ കഴിവുള്ളവനാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് വിറച്ച അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടിമയെ സ്വതന്ത്രമാക്കി മോചിപ്പിച്ചു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാമല്ലോ. കാരണം അല്ലാഹുവിനോട് കാവൽ ചോദിച്ചു, അഊദു ബില്ലാഹ്. അങ്ങനെ കാവൽ ചോദിക്കുമ്പോൾ ആ കാവൽ ചോദിച്ചത് അല്ലാഹു ഖബൂൽ ചെയ്യാൻ ഫലവത്താകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. ഇസ്തിഗാസ തവസ്സുലാണ്. തവസ്സുലിന്റെ ഒരു ഇനമാണ് ഇസ്തിഗാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഊദു ബിറസൂലില്ലാഹ് എന്ന് പറഞ്ഞു. പടച്ചവരെ കാക്കാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാല അങ്ങനെ ഒരു സഹാബി വിശ്വസിക്കില്ല. ഇതുപോലെ നമ്മൾ സാധാരണയായി ബദർ മൗലിദ് ഓതുമ്പോ പടച്ച റബ്ബിനോട് പറയും, ബദരീങ്ങൾ കാവലിലേകല്ല. അതിന്റെ അർത്ഥം അള്ളാഹ് കാവലെടുത്താൻ കാവലി തരാൻ കഴിയാത്തതുകൊണ്ട് ബദരീങ്ങൾ കാവല് വേണമെന്ന് അങ്ങനെ വല്ല മുസ്ലിമും വിശ്വസിക്കും. അങ്ങനെയല്ല. ബദരീങ്ങൾ കാവലിലേകല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ. നബി എങ്ങനെയാണ് ദുആ ചെയ്തത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു